ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും, അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കറക്റ്റ് എണ്ണം വേണമെന്നില്ല കേട്ടോ. ഇപ്പോൾ 3 മുട്ട വെച്ചോ അല്ലെങ്കിൽ 2 മുട്ട വെച്ചോ ഒക്കെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കാം. അതൊക്കെ ഇഷ്ടം പോലെ എടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് സവോളയും കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ വരും. ഈ സവോളയും നമ്മുടെ മുട്ടയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എത്ര ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവൊക്കെ ഇടാം. ക്യാരറ്റ് ഞാനൊരു ചെറുത് ചോപ്പറിൽ, വെജിറ്റബിൾ ചോപ്പറിൽ ഇട്ടിട്ട് ഇതുപോലെ കണ്ടോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി. ഏതായാലും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ നോക്കണേ, എന്നാലേ അത് വേവത്തുള്ളൂ. പിന്നെ ഈ വെജിറ്റബിൾസ് ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇതിനകത്തോട്ട് ചേർക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് പച്ചമുളക് ഇടാം, കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടും ഇതിൻ്റെ കൂടെ ചേർക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സവോളയും ക്യാരറ്റും ഈ മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം, ഒരു നുള്ള് ഗരം മസാല. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചു വെക്കാം. ഇപ്പോൾ മുട്ടയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം ഞാനിന്ന് ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ വെറുതെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നല്ലോണം എണ്ണ ഒന്ന് ഉള്ളിൽ തേച്ചിട്ട് ഈ മുട്ടയുടെ കൂട്ട് ഫുൾ ഒഴിച്ച് ഒരു കേക്ക് പോലെ ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. പക്ഷെ അത് കുറച്ചും കൂടി സമയം എടുക്കും. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ അതൊരു 20-25 മിനിറ്റ് ഒക്കെ എടുക്കും മുട്ട വെന്ത് സെറ്റായി കിട്ടാൻ. അപ്പോൾ ഇഡ്ഡലി തട്ടി ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ മുട്ട വെന്ത് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഇഡ്ഡലി തട്ടിൽ നല്ലോണം ഒന്ന് എണ്ണ തേച്ച് കൊടുക്കണേ. സ്റ്റീൽ പ്ലേറ്റിൽ ഒരുമിച്ച് ഒഴിക്കുവാണെങ്കിലും ആ പ്ലേറ്റിൻ്റെ താഴെയും സൈഡിലും ഒക്കെ നല്ലോണം എണ്ണ തേക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും, പിന്നെ മുട്ട ഇളകി വരത്തില്ല. നന്നായിട്ട് എണ്ണ തേച്ച് വയ്ക്കാം. അപ്പോൾ ഇതിൽ എണ്ണ തേച്ച് വെച്ചു. ഇതിന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് മുട്ട ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദേ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒത്തിരി അങ്ങ് നിറച്ച് ഒഴിക്കണ്ട കേട്ടോ. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടി പോയി, അതാണ് ഇത് ഇങ്ങനെ പുറത്തോട്ട് വരുന്നത്. അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല, അത് വെന്ത് വരുമ്പോൾ ശരിയായിക്കോളും. അപ്പം ബാക്കിയുള്ളതിലും കൂടി ഇതുപോലെ തന്നെ അങ്ങ് ഒഴിക്കുവാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോഴേക്കും ഇത് നല്ല സെറ്റായി വെന്ത് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുമിച്ച് ഈ മുട്ടയുടെ കൂട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20-25 മിനിറ്റ് എടുക്കും ഇത് വെന്ത് സെറ്റായി വരാം. അപ്പോൾ ഞാനിത് അടച്ചു വെക്കുവാണ്. അപ്പോൾ മുട്ട വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും, അത് കുഴപ്പമില്ല, തണുക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് ഇതിനകത്തുനിന്ന് ഇളക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ മുട്ട ആയതുകൊണ്ട് ചിലപ്പം പൊടിഞ്ഞു പോകും ചൂടോടുകൂടി എടുത്താൽ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഈ ഇഡ്ഡലി തട്ടുന്ന് മാറ്റി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചൂട് മാറിക്കഴിയുമ്പോൾ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇളക്കിയെടുക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഈ സമയത്ത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും, അതായത് ഒട്ടും കട്ടിയില്ലാത്ത പോലെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല, ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്ത് എടുത്തു കഴിയുമ്പം നല്ലതായിട്ട് വരും. അപ്പോൾ ഇതുപോലെ എല്ലാം ഇളക്കിയെടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഓരോന്നും 2 പീസായിട്ട് കട്ട് ചെയ്യാം ഇതുപോലെ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യാം.
മുട്ട ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആ നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന അങ്ങ് മാറും കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും, അത് പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ മുട്ടയെല്ലാം ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഒരു ബൗളിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ചതും വേണം. ജസ്റ്റ് ഒരു 4-5 ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ മൈദയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. നല്ല കുറുകിയ ഒരു മാവായിട്ട് വേണം കലക്കാൻ, ലൂസായി പോകരുത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കാം. ഇതൊട്ടും ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മുട്ട ഇതിനകത്ത് മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടയുടെ പുറത്ത് ഇതിൻ്റെ നല്ലൊരു കോട്ടിംഗ് വേണം, എന്നാലേ അത് ഫ്രൈ ചെയ്യുമ്പോൾ ശരിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് മുട്ട എടുത്ത് ആദ്യം ഈ മൈദയിൽ മുക്കണം. മൈദയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കണം. ഇതുപോലെ നല്ലൊരു കോട്ടിങ് അതിൻ്റെ മുകളിൽ വേണം. എന്നിട്ട് ആ ബ്രെഡ് പൊടിച്ചതും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ, കാരണം ഉള്ളിലൊന്നും വേവാനില്ലല്ലോ, പുറമേ ഉള്ള കോട്ടിങ് മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് എണ്ണ ആവശ്യമുള്ളൂ. അപ്പോൾ എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ ഇത് ഇട്ട് കൊടുക്കണം. ഒത്തിരി ചൂട് വേണ്ട, കാരണം ഇടുമ്പോൾ തന്നെ അല്ലെങ്കിൽ പുറമേ ഉള്ള ആ ബ്രെഡ് ക്രംസ് ഒക്കെ അങ്ങ് കരിഞ്ഞു പോകും. ഒരു മീഡിയം ചൂടിൽ ഇട്ട് ചെയ്താൽ മതി. ഇനി ഇത് ഒരുപാട് സമയം നമുക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ പുറമേ ഉള്ള ഒരു കോട്ടിങ് മാത്രം ഒന്ന് നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാൻ പറ്റും. ഇത് ഇതുപോലെ നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ. നല്ല ബ്രൗൺ കളറിൽ നല്ല മൊരിഞ്ഞ് വരുന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഇത് ഒട്ടും എണ്ണ കുടിക്കത്തില്ല. പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ ഇതുപോലെ ബാക്കിയിരിക്കുന്നത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. പുറമേ ഇതുപോലെ മൊരിഞ്ഞ് കുറച്ച് ക്രിസ്പിയായി വരണം. അപ്പോൾ ഈ 5 മുട്ട വെച്ചിട്ട് ഇതുപോലത്തെ 24 പീസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മുട്ടയുടെ അളവ് നോക്കിയെടുത്താൽ മതിയേ. അപ്പോൾ അതേ പുറമേ നല്ല മൊരിഞ്ഞ് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ആവിയിൽ വേവിച്ച മുട്ടയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം അറിയിക്കണം. ഇത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.